അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മള് നമ്മൾ ഇൻഡസ് വാലി സൈറ്റ്സ് ഏതൊക്കെയാന്ന് വ്യക്തമായിട്ട് പഠിച്ചു. അപ്പൊ അടുത്ത ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആ അവിടുന്ന് കിട്ടിയ എവിഡൻസ് വെച്ചിട്ട് അവിടുത്തെ ആർക്കിടെക്ചർ എങ്ങനെയുണ്ടായിരുന്നു, അവിടുത്തെ പൊളിറ്റി എങ്ങനെയായിരുന്നു, സൊസൈറ്റി എങ്ങനെയായിരുന്നു, അവരുടെ ഇക്കോണമി എങ്ങനെയായിരുന്നു, ആൻഡ് അവരുടെ റിലീജിയൻ എന്തായിരുന്നു. ഇനി ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇനിയിപ്പോ നമ്മൾ ഓൾറെഡി ഒരു ടൈം ലൈൻ ഇങ്ങനെ പഠിച്ചുല്ലോ. പഠിച്ചു പോയടുത്ത് ഇപ്പൊ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് പഠിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ വേദിക് കൾച്ചറിലേക്ക് പോകും. പിന്നെ മൗര്യൻ എംപയറിന്റെ കാര്യം പറയും, ഗുപ്ത, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും. ഇപ്പൊ ഇവിടെ എല്ലായിടത്തും നമ്മൾ പഠിക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. അതായത് എല്ലായിടത്തെയും പൊളിറ്റി എങ്ങനെയായിരുന്നു എന്ന് നോക്കും. അതായത് അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ രാജാക്കന്മാര്, അവരുടെ കാര്യങ്ങൾ, അത് അതിനെപ്പറ്റി ആദ്യം പറയുമായിരിക്കും. രണ്ടാമത് പറയാൻ പോകുന്ന അവിടുത്തെ എക്കോണമി, അവരുടെ ഏറ്റവും കൂടുതൽ എന്തായിരുന്നു അവിടുത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിരുന്നു, ആ ഒരു കാര്യം ഓർക്കും. മൂന്നാമത് അവിടുത്തെ സൊസൈറ്റി, അത് ഭയങ്കര ഡിസ്ക്രിമിനേറ്ററി ആയിരുന്നു. അവിടെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നോ, അവിടുത്തെ ആൾക്കാരുടെ പാട്രിയാർക്കിയൽ സൊസൈറ്റി ആയിരുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കും. പിന്നെ അവിടുത്തെ റിലീജിയസ് ബിലീഫ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു, ആൻഡ് അവിടുത്തെ ആർക്കിടെക്ചർ, അവിടുത്തെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ലിറ്ററേച്ചർ ഉണ്ടെങ്കിൽ ഇത്. അപ്പം ഓരോ ടൈം ലൈനിൽ ഓരോ കാര്യങ്ങൾ, ഓരോ ഏജസ് വൃത്തിയായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ പൊളിറ്റി, എക്കോണമി, സൊസൈറ്റി, റിലീജിയൻ, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിന് മുന്നേ ഒരു കാര്യം ചെയ്തിട്ട്, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ മീഡിയ ഇന്ത്യനെ പറ്റി വെസ്റ്റേൺ മീഡിയ ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പിക്ചർ എന്താ? ആരെങ്കിലും ഒരാൾ പറഞ്ഞു. നന്ദന, എന്താണ് ക്വസ്റ്റ്യൻ കൂടെ പറയാ? അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ പറ്റി വെസ്റ്റേൺ മീഡിയ നമ്മൾ പോർട്രേ ചെയ്യുന്ന ഒരു പിക്ചർ എന്താ? ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ നമ്മളിപ്പം ഇപ്പൊ നമ്മൾ അമേരിക്ക എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന അമേരിക്കനെ പറ്റി കാണിക്കുന്നത് എന്തായിരിക്കും? പടം, എന്തെങ്കിലും ഒരു പടം കാണിക്കുമല്ലോ, ഭയങ്കര സ്റ്റാച്യു ഓഫ് ലിബർട്ടി, നല്ല അടിപൊളി കുറെ കെട്ടിടങ്ങള്, അങ്ങനെ നല്ലൊരു ഇമേജ് അല്ലേ. അപ്പൊ അതുപോലെ ഇന്ത്യനെ പറ്റി കാണിക്കണത് എന്താ? ചേരി, അങ്ങനെ സ്ലം, അതാണോ ഉദ്ദേശിച്ചത്? ഞാൻ അതാ ഉദ്ദേശിച്ചേ. അങ്ങനെയല്ലേ നിങ്ങളെ കാണാറ്? യെസ്, നമ്മള് തന്നെ നമ്മളെ കുറിച്ച് അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. ഇപ്പൊ പിന്നെ വെസ്റ്റേൺ ടീംസിന് പറയണമെന്നില്ല. വെസ്റ്റേൺ അല്ല, വെസ്റ്റേൺ മീഡിയ അങ്ങനെ ആക്കി വെച്ചത്. ഞാൻ വേറെ ആരും കണ്ടിട്ടില്ല. നന്ദന അങ്ങനെ കാണാൻ ചെക്ക് നല്ലപോലെ മനസ്സിലായില്ലേ മിസ്സേ? വേറെ ഫിദ, അതായത് ഇന്ത്യനെ അധികം ഒരു പോവർട്ടിയിലാന്നുള്ള കാണിക്കാൻ വേണ്ടിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കാറുണ്ടല്ലോ. അതായത് നമ്മളിപ്പോ ഡെവലപ്പ് അല്ല എന്നുള്ള ഒരു, അതായത് കൂടുതലായിട്ടും നമ്മൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ചെയ്യുമ്പോൾ കാണുന്ന ഭയങ്കര തിക്കി നിറച്ച ആൾക്കാര് നടന്നുപോണ റോഡ്, പിന്നെ ഇവിടുന്ന് കുറെ ട്രാഫിക്, അങ്ങനത്തെ അതെ, പിന്നെ നിറഞ്ഞ് താമസിക്കുന്ന ആ ഒരു സംഭവങ്ങളില്. അതെ, അതാണ് ഇപ്പൊ അതിൽ പറഞ്ഞ ചേരി. പിന്നെ ഓടയുന്ന ആൾക്കാര് ക്ലീൻ ആവാണ്ട് ഇത് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിറ്റീന്റെ ഒരു ഫീച്ചർ കാണിക്കുന്നത് ഈവൻ വെസ്റ്റേൺ മീഡിയ അല്ലെങ്കിൽ കാണിക്കുന്നത് മാത്രമല്ല, ഈവൻ ഇപ്പോഴാണെങ്കിൽ എന്താ, ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഇന്ത്യയുടെ മേജർ സിറ്റീസ് ഒക്കെ വെള്ളത്തിൽ മുങ്ങും. മുംബൈ, ചെന്നൈ, കൊച്ചി, ചെറിയ മഴ പെയ്താൽ മതി ഭയങ്കരമായിട്ട് വെള്ളക്കെട്ട്. അതായത് ഡ്രെയിനേജ് പ്രോപ്പർ അല്ലാത്തതാണ് ഒരു മേജർ റീസൺ. അപ്പോ അത്രയും മോശമാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ടൗൺ പ്ലാനിങ്. പക്ഷെ ഇതായിരുന്നില്ല 1750 തൊട്ടുള്ള ഒരു സമയത്തുള്ള ഇന്ത്യയുടെ, അതായത് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്, അതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2300 BC to 1750 BC വരെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അതായത് അത്രയും പഴയ കാലത്ത് ഇന്ത്യയുടെ ടൗൺ പ്ലാനിങ് ഇങ്ങനെ ഇത്രയും അധപതിച്ച് കിടന്നൊരു ഇതായിരുന്നില്ല. വളരെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ ബെസ്റ്റ് മോഡൽ ആയിരുന്ന ഒരു ടൗൺ പ്ലാനിങ് ആയിരുന്നു അന്ന് നമുക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ഒന്ന് എഴുതി വെച്ചോട്ടോ. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2300 BC to 1750 BC വരെയാണ്.
എഴുതിയോ അനാമിക? നമ്പേഴ്സ് ഒന്നും കൂടെ പറയോ? കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട്. 2300 BC to 1750 BC. 2300 to 1750 BC വരെ. 1750. എക്സാക്ട് അങ്ങനെ ഒരു ടൈം പീരീഡ് ആണെന്ന് പറയാൻ പറ്റുമോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, എന്നാലേ ഏകദേശം ഓക്കെ. ഏകദേശം ഒരു വാല്യൂ ആണ്. ചില വേറെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ 2500 to 1500 അങ്ങനെയൊക്കെ കാണില്ലേ? അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ച് ആണെന്ന് മനസ്സിലാക്കുക. കുറച്ച് സ്പെസിഫിക് ആയിട്ട് പഠിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരു ചെറിയ എവല്യൂഷൻ, ഇതിപ്പോ ഞാൻ ഈ നോട്ടിൽ എഴുതിയിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷനെ വീണ്ടും അതിന്റെ ഒരു എവല്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും. പ്രീ ഹാരപ്പൻ സ്റ്റേജ്, നെക്സ്റ്റ് early ഹാരപ്പൻ സ്റ്റേജ്, mature ഹാരപ്പൻ സ്റ്റേജ്, പ്രീ ഹാരപ്പൻ, early ഹാരപ്പൻ, mature ഹാരപ്പൻ, പിന്നെ ലേറ്റ് ഹാരപ്പൻ സ്റ്റേജ്. നന്ദന എഴുതിയോ? ഒന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? പ്രീ ഹാരപ്പൻ സ്റ്റേജ്, ഏർലി ഹാരപ്പൻ സ്റ്റേജ്, മെച്ചൂർ ഹാരപ്പൻ സ്റ്റേജ്, ലേറ്റ് ഹാരപ്പൻ സ്റ്റേജ്. ഇങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഇവോൾവ് ചെയ്യുന്നതും അങ്ങനെ അത് ഇല്ലാതാവണതും ഈ ഒരു ഓർഡറിലാണ്. അപ്പം പ്രീ ഹാരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ നിയോലിത്തിക്കിൽ പഠിച്ചു, അവർ കുറച്ച് ഹണ്ടിങ് ഗ്യാദറർ ആൾക്കാരായിരുന്നു. അവർ ചെറുതായിട്ട് അഗ്രികൾച്ചറായിട്ട് സെറ്റിൽ ഡൗൺ ചെയ്ത് തുടങ്ങിയുള്ളൂ ഏത് നിയോലിത്തിക് ഫേസിൽ. അപ്പൊ അതിന് തുടർച്ചയായിട്ട് വരുന്നതാണ് പ്രീ ഹാരപ്പൻ സ്റ്റേജ്. അപ്പൊ ഈ പ്രീ ഹാരപ്പൻ സ്റ്റേജിൽ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരും ഏകദേശം ഇപ്പോഴും ഹണ്ടിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് ഹണ്ടിങ് കണ്ടിന്യൂ ചെയ്യുന്നു, അതിന്റെ കൂടെ അഗ്രികൾച്ചർ ആയിട്ട് ഏകദേശം ഇൻഡസ് റിവറിന്റെ സൈഡിലേക്ക് സെറ്റിൽ ആവും കൂടെ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ nomadic people began to settle and started agricultural life. അതാണ് ഈ പ്രീ ഹാരപ്പൻ സ്റ്റേജിന്റെ ഒരു ഫീച്ചർ. nomadic ആയിട്ടുള്ള ആൾക്കാർ ഹണ്ടിങ്ങും പരിപാടിയും കണ്ടിന്യൂ ചെയ്യുന്നു, പ്ലസ് അവർ ചെറിയ രീതിയിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത് സെറ്റിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങി. ക്ലിയർ ആണോ ഫിദ? ക്ലിയർ. ഓക്കെ, അതിനുള്ള എവിഡൻസ് കിട്ടിയ സൈറ്റ് ആണ് ഈസ്റ്റേൺ ബലൂചിസ്ഥാനിലൊക്കെ. അതായത് സുട്കജൻഡോർ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണേൽ നമുക്ക് എടുക്കാം. ഓക്കെ, അതാണ് പ്രീ ഹാരപ്പൻ. ഇനി ഏർലി ഹാരപ്പനില് ആൾക്കാര് ഇപ്പം അവര് ചെറിയ രീതിയിൽ പ്രീ ഹാരപ്പനിൽ അവർ ചെറിയ സെറ്റിൽഡ് ലൈഫ് തുടങ്ങി. ഇനി അവര് വില്ലേജസ് പോലെ ഉള്ള സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു. അത് പ്ലെയിൻ ഏരിയയിൽ, അതായത് ഈ ഇൻഡസ് വാലി സ്ഥലത്ത് ഒരു വില്ലേജ്, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പോലെയൊക്കെ സെറ്റ് ചെയ്ത് അവര് താമസിച്ചു തുടങ്ങി. അങ്ങനെ ആ വില്ലേജസിൽ നിന്ന് നെക്സ്റ്റ് ലെവൽ ടൗൺസും കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ വില്ലേജ് മാറി അടുത്ത ടൗൺഷിപ്പ്. എന്നാൽ ഇന്ന് കാണുന്ന പോലത്തെ വലിയ വലിയ സെറ്റപ്പ് അല്ല, എന്നാൽ ആ കാലത്ത് പറയാവുന്ന ഒരു ടൗണുകൾ രൂപപ്പെട്ടു തുടങ്ങി. ഏത് സമയത്ത്? ഏർലി ഹാരപ്പൻ സ്റ്റേജ്. അപ്പം റൂറൽ സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു, വില്ലേജസ് ആയിട്ട് ഫോം ചെയ്താണ് അവർ താമസം തുടങ്ങി. അതിൽ നിന്ന് വീണ്ടും ടൗൺസ് ഡെവലപ്പ് ആവാൻ തുടങ്ങി. അപ്പൊ എന്ത് വിളിക്കാം? ദർ വാസ് എ ഷിഫ്റ്റ് ഫ്രം റൂറൽ ടു അർബൻ ലൈഫ്. ഏർലി ഹാരപ്പന്റെ കാര്യം പറയുന്നത്, അവിടെ അവര് വില്ലേജസിൽ താമസിക്കാൻ തുടങ്ങി. വില്ലേജിൽ നിന്ന് പിന്നെ ടൗൺസ് ഡെവലപ്പായി. അങ്ങനെ പറയുമ്പോൾ എന്ത് പറയാൻ പറ്റും? ദർ വാസ് എ ഷിഫ്റ്റ് ഫ്രം റൂറൽ ടു അർബൻ ലൈഫ്. കിട്ടിയോ ഹസീബ? കിട്ടി. ഇനി അതിന്റെ സൈറ്റ് ആണ് കോട്ട് ഡിജി എന്ന് പറയുന്നത്. KOTDIJI. കോട്ട് ഡിജി എന്ന് പറഞ്ഞ സൈറ്റിൽ ഈ ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് റൂറൽ ലൈഫിൽ നിന്ന് ഒരു അർബനൈസ്ഡ് ലൈഫിന്റെ ട്രാൻസിഷൻ ഈ ഒരു സ്ഥലത്ത് കാണാൻ പറ്റും. നെക്സ്റ്റ് ആണ് മെച്ചൂർ ഹാരപ്പൻ സ്റ്റേജില്. അവിടെ ഇനിയുള്ള
സ്ലൈഡ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വലിയ വലിയ സിറ്റീസ് ഡെവലപ്പ് ആവുന്നത് ഈ മെച്ചുവർ ഹാരപ്പൻ സ്റ്റേജിലാണ്. ഗ്രേറ്റ് സിറ്റീസ് വെർ ഡെവലപ്ഡ്, അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഗ്രേറ്റ് സിറ്റീസ് വെർ ഡെവലപ്ഡ്. സൈറ്റ് വരുന്നത് കാലിബംഗൻ ഒക്കെ, ഹാരപ്പ, കാലിബംഗൻ എല്ലാം അതിന് എക്സാമ്പിളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മെച്ചുവർ ഹാരപ്പൻ സ്റ്റേജ് ആണ്. ഇനി അടുത്തത് ലേറ്റ് ഹാരപ്പൻ സ്റ്റേജ്. അവിടെ ഇൻഡസ് വാലി കൾച്ചർ തന്നെ ഡിക്ലൈൻ ചെയ്ത് പോവുക. അപ്പൊ ഡിക്ലൈൻ ഓഫ് ഇൻഡസ് വാലി കൾച്ചർ സ്റ്റാർട്ട് ഏത് ലേറ്റ് ഹാരപ്പൻ ഫേസിൽ. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള സൈറ്റ് ആണ് ലോത്തൻ. ഹസ്ന എഴുതിയോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് പ്രീ ഹാരപ്പൻ സ്റ്റേജ്, അവിടെ നൊമാഡിക് ആയിട്ടുള്ള ആൾക്കാർ ചെറിയ രീതിയിൽ സെറ്റിൽ ആയി തുടങ്ങി. ഏത് പ്രീ ഹാരപ്പൻ സ്റ്റേജിൽ സൈറ്റ് ഈസ്റ്റേൺ ബലൂചിസ്ഥാനിൽ സുട്കജണ്ടൂർ ഒക്കെ പറയും. പിന്നെ അടുത്ത സ്റ്റേജ് ഏർലി ഹാരപ്പൻ, അവിടെ ആൾക്കാർ വില്ലേജ് ഒക്കെ സെറ്റ് ചെയ്ത് താമസിക്കാൻ തുടങ്ങി. പിന്നീട് ആ വില്ലേജസിൽ നിന്ന് ടൗണ് ഡെവലപ്പ് ആവാൻ തുടങ്ങി. അങ്ങനെ ദർ വാസ് എ ട്രാൻസിഷൻ ഫ്രം റൂറൽ ടു അർബൻ ലൈഫ്. സൈറ്റിന് എക്സാമ്പിൾ ആണ് കോട്ട് ഡിജി. അടുത്തത് മെച്ചുവർ ഹാരപ്പൻ, അവിടെയാണ് ഗ്രേറ്റ് സിറ്റീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ആവുന്നത്. സൈറ്റിന് എക്സാമ്പിൾ ഹാരപ്പ, കാലിബംഗൻ ഒക്കെ. അടുത്തത് ലേറ്റ് ഹാരപ്പൻ സ്റ്റേജ്, അവിടെ എന്താണ് ഈ ഹാരപ്പൻ കൾച്ചറെ കുറച്ച് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി, നശിച്ച് പോവാൻ തുടങ്ങി. എക്സാമ്പിൾ ആണ് ലോത്തൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ആമി? ഇനി ഓരോന്നും പഠിക്കാം. അതായത് നമ്മുടെ ടൗൺ പ്ലാനിങ് എങ്ങനെയായിരുന്നു, അതായത് ഹാരപ്പൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ടൗൺ പ്ലാനിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം ഇപ്പൊ കാണുന്ന പോലെ തന്നെയാ. ഒരു ഗ്രിഡ് സിസ്റ്റം ആയിരുന്നു. അതായത് സ്ട്രീറ്റ്സും ലൈൻസും റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ അത് ഓരോന്നും ഒരു റെക്ടാംഗുലർ ബ്ലോക്സ് ആയിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തെടുക്കാം. ഈ ഒരു പടം കണ്ടോ? അതായത് ഓരോ സ്ട്രീറ്റിൽ നിന്നും ചെറിയ ചെറിയ റോഡ്സ് പോലെ പോകുന്നുണ്ട്. അത് അടുത്ത സൈഡിൽ നിന്ന് തന്നെ റോഡായിട്ട് 90 ഡിഗ്രിയിലായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു ഗ്രിഡ്, ഓരോരുത്തരും ഓരോ ഇതും ഗ്രിഡ് ആയിട്ടായിരിക്കുന്നത്. അങ്ങനെ അത് റെക്ടാംഗുലർ ബ്ലോക്ക് ഷേപ്പ് ആണ് നമ്മുടെ അന്നത്തെ ടൗൺ പ്ലാൻ. അതിന്റെ ബേസിക് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്ടാംഗുലർ ഗ്രിഡ് പാറ്റേണിലാണ് പറയാം. ഓക്കെ ആണോ? എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ സ്ഥിതിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇന്ന് നമ്മുടെ ടൗണുകളൊക്കെ ഒരു അന്തമില്ലാതെ അങ്ങോട്ട് വളരുവാണ്. അങ്ങനെ പ്രത്യേകിച്ച് ടൗൺ പ്ലാനിങ് ഒന്നും പ്രോപ്പർ അല്ല. പല വഴിക്ക് ടൗൺ ഇങ്ങനെ സ്പ്രെഡ് ആവുക. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ട്രക്ചറോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ട്രാഫിക് ബ്ലോക്ക്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, മഴ പെയ്യുമ്പോഴത്തേക്കും ടൗണൊക്കെ വെള്ളം കയറുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ഇപ്പോൾ ഹാരപ്പൻ ടൗണുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എല്ലാം ഗ്രിഡ് സിസ്റ്റം, എല്ലാം അടുക്കി വെച്ചേക്കുന്ന പോലെ നല്ല വൃത്തിയായിട്ട്, എല്ലാം റൈറ്റ് ആംഗിൾസിൽ റോഡുകൾ. നമ്മൾ ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന, പാരീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ടൗൺ പ്ലാനിങ് പോലെയായിരുന്നു ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന ടൗണുകൾ. ഓക്കെ, ജസ്റ്റ് ഒരു ക്യാപിറ്റൽ സിറ്റി മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ടൗണുകളിൽ മിക്കതിലും ഇങ്ങനെ ഒരു പ്രോപ്പർ ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ റോഡുകളും കൺസ്ട്രക്ഷൻസും പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഒരു ഗ്രിഡ് സിസ്റ്റം നമുക്ക് ആ ഒരു ഹൈ ലെവൽ ഓഫ് ടൗൺ പ്ലാനിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് അതിന്റെ ബേസിക് ഔട്ട്ലൈൻ പറഞ്ഞ ഈ പറഞ്ഞ റെക്ടാംഗുലർ ഗ്രിഡ് സിസ്റ്റം. ആ ഒരു ഇതായിരുന്നു. ഈ അടുത്തത് ഓരോ ടൗൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 2 ലെയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ലോവർ ടൗണും അപ്പർ ഭാഗത്തെ വിളിക്കാം അപ്പർ സിറ്റാഡൽ, ലോവർ ഭാഗത്തിന് ലോവർ ടൗൺ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. 2 ലെയർഡ് ടൗൺ പ്ലാനിങ് ആയിരുന്നു. അത് ഇവിടെ ഒരു പടം കാണിച്ചത്. ഇത് നോക്കൂ, ഇങ്ങനെയായിരുന്നു അന്നത്തെ ടൗൺസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതായത് ഈ മേലെ കാണുന്ന ഭാഗമാണ് അപ്പർ സിറ്റാഡൽ, താഴേക്കുള്ളതിനെ ലോവർ ടൗൺ എന്ന് വിളിക്കും. അപ്പൊ
അപ്പൊ ഇതിൽ ഈ അപ്പർ സിറ്റാഡലില് എന്ത് ബിൽഡിംഗ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സ് ആയിരുന്നു അപ്പർ സിറ്റാഡലിൽ ഉണ്ടായിരുന്നത്. ലോവർ ടൗണിലാണ് സാധാരണക്കാരായ ഈവൻ ഇവിടെ ആയിരുന്നു വലിയ അത്യാവശ്യം ആ സൊസൈറ്റിയിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നതും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതും ഈ സിറ്റാഡലിലായിരുന്നു. താഴേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിരുന്നു ഗ്രാനറീസ് ഉണ്ടായിരുന്നത്. പിന്നെ സാധാരണക്കാർ താമസിച്ചുകൊണ്ടിരുന്നത് കോമൺ പീപ്പിളിന്റെ റെസിഡൻസും ഈ ലോവർ ടൗണിലായിരുന്നു. അപ്പൊ ടൗണിനെ മൊത്തത്തിൽ രണ്ടായിട്ട് തിരിക്കാം. അപ്പർ ലെയറിനെ സിറ്റാഡൽ എന്ന് വിളിക്കുന്നു, ലോവർ ലെയറിനെ ലോവർ ടൗൺ എന്ന് വിളിക്കുന്നു. ഈ അപ്പർ ലെയർ ആയിട്ടുള്ള സിറ്റാഡലിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സ് ഉണ്ടായിരുന്നത്. വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നതും ഇവിടെയായിരുന്നു. ഇനി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ലോവർ ടൗണിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം ഇവിടെയൊക്കെ ആയിരുന്നു ഈ പറയുന്ന ഗ്രാനറീസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതായത് ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ധാന്യപ്പുര ഉണ്ടായിരുന്നത് ലോവർ ടൗണിലായിരുന്നു. ഓക്കെ, അതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇനി അടുത്ത കാര്യം, ഇനി ഞാൻ പറഞ്ഞു അപ്പൊ അവിടെ വീടുകൾ ഉണ്ടായിരുന്നു, വലിയ വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, പല സാധനം. ഇനി ഇതെല്ലാം എന്ത് വെച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഒരു ടൗൺ ഉണ്ടായിരുന്നു. ടൗണിന്റെ ബേസിക് ഔട്ട്ലൈൻ എന്തായിരുന്നു? റെക്ടാങ്കുലർ ഗ്രിഡ് പാറ്റേണിലായിരുന്നു ഈ ടൗൺ ഉണ്ടാക്കിയത്. ഇനി ടൗണിനെ രണ്ട് ലെയർ ആയിട്ട് പറയാം, അപ്പർ സിറ്റാഡലും ലോവർ ടൗൺ എന്ന് പറയാം. ഇനി ഇതിലുണ്ടായിരുന്ന ബിൽഡിങ്സ് ഒക്കെ എന്ത് വെച്ചാൽ ഉണ്ടാക്കുന്നത്? ബേൺഡ് ബ്രിക്സ് വെച്ച, കല്ലൊന്നുമല്ല, അതായത് നല്ല മറ്റേ ചുട്ടെടുത്ത കട്ട വെച്ചിട്ടാണ് ഓരോ ബിൽഡിങ്ങും അവിടെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബിൽഡിങ്സും ഇല്ലായിരുന്നു എന്നുള്ളതൊരു ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ആബ്സെൻസ് ഓഫ് സ്റ്റോൺ ബിൽഡിങ്സ് ഒരു കാര്യം, പിന്നെ ബേൺഡ് ബ്രിക്സ്. അതും ഈ ബേൺഡ് ബ്രിക്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിലൊക്കെ കണ്ടോ ലൈക്ക് ഇത് ഭയങ്കര സ്റ്റാൻഡേർഡൈസ്ഡ് മെഷർമെന്റ് ആയിരുന്നു. ഓരോ ബ്രിക്കും ലൈക്ക് അവരെല്ലാം പക്ക ഇത്ര മെഷർമെന്റ് ആയിരുന്നു. അപ്പൊ അവർ അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നു ആ കാലത്ത് മനുഷ്യന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ബേൺഡ് ബ്രിക്സ് വെച്ചിട്ടാണ് ഓരോ ബിൽഡിങ്ങും ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഭയങ്കര അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, ഇവൻ ഇന്നില്ലാത്ത ഒരു കാര്യം, അന്നത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം. ആ ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയായിരുന്നു? അത് ഓരോ വീടുകളിൽ നിന്നുള്ള ഡ്രെയിനേജിനെ സ്ട്രീറ്റിലുള്ള ഒരു മെയിൻ ഡ്രെയിൻ ആയിട്ട് പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്തിരുന്നു. ഈവൻ റെഗുലർ ഇന്റർവെൽസിൽ സെസ് പിറ്റ്, അതായത് അത് വെച്ചിട്ട് ഈവൻ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് തുറന്ന് അത് റിസോൾവ് ചെയ്യാനുള്ള സെസ് പിറ്റുകളും കറക്റ്റ് ആയിട്ട് ആ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. അപ്പം അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ. അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്ന മെയിൻ ഡ്രെയിനേജ് സിസ്റ്റം ഓരോ വീട്ടിൽ നിന്നുള്ള ഡ്രെയിനേജ് ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഈവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് റെഗുലർ ഇന്റർവെൽസിൽ സെസ് പിറ്റുകൾ എന്ന് പറയും, CESS, സെസ് പിറ്റും ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ ആമി? നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടന്റ് കൺസ്ട്രക്ഷൻ ആണ് ഗ്രേറ്റ് ബാത്ത്. ഇതാണ് ഗ്രേറ്റ് ബാത്ത്. ഓക്കെ, ഇത് റിച്വലിസ്റ്റിക് വാഷിംഗ് അല്ലാതെ നോർമലി കുളിക്കാൻ അങ്ങനെ എല്ലാ കാര്യത്തിനും ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നെ അടുത്തൊരു കാര്യം, എല്ലാ വീടിനും പ്രൈവറ്റ് ആയിട്ട് വെൽസ് ഉണ്ടായിരുന്നു, കിണറുകൾ ഓരോ വീടിനും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാനറി, ഇത്രയും അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്തിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി അവർക്ക് ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ ഒരു സ്ഥലം വേണം. അപ്പം അന്നത്തെ ടൗണിൽ ഗ്രാനറീസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഇനി ചില ടൗൺസ് ഫോർട്ടിഫൈഡ് ആയിരുന്നു, ഒരു കോട്ട കെട്ടി അതിനുള്ളിലായിരുന്നു പഴയ കാലത്തെ ചില ടൗൺസ്. അതിന് എക്സാമ്പിൾ ആണ് കാലിബംഗനും ധൊളവീരയും. കാലിബംഗൻ എവിടെയാ ലൊക്കേറ്റ് ചെയ്യുന്നത്? അനാമിക ഓർക്കണ്ടോ? ഓക്കെ, മെഡിക്കി കറക്റ്റാ. നെക്സ്റ്റ് ധൊളവീര്യം, അതും കൂടെ പറഞ്ഞു. ഗുജറാത്ത് ആണോ? അടിപൊളി, കറക്റ്റ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ടൗൺ പ്ലാനിങ്ങിന്റെ മേജർ ഫീച്ചേഴ്സ്. അപ്പൊ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൗൺ പ്ലാനിങ്ങിന്റെ ബേസിക് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെക്ടാങ്കുലർ ഗ്രിഡ് പാറ്റേണിലായിരുന്നു ഉണ്ടായിരുന്നത്. റെക്ടാങ്കുലർ ഗ്രിഡ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ട്രീറ്റ്സും ലൈൻസും അടുത്ത ഇതായിട്ട് ഒരു 90 ഡിഗ്രിയിലാണ് അവര് മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് പോകുന്നവര് അടുത്ത സ്ട്രീറ്റിൽ നിന്ന് വന്നവരെ 90 ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇതിന് ഈ റെക്ടാങ്കുലർ ഗ്രിഡ് പാറ്റേൺ എന്നുള്ള പേര് വന്നത്. നെക്സ്റ്റ്, ഓരോ ടൗണും 2 ലെയറാണ് മെയിൻ ആയിട്ടുള്ളത്, അപ്പർ സിറ്റാഡലും ലോവർ ടൗണും. സിറ്റാഡലിൽ മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സും വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുമാണ് താമസിച്ചുകൊണ്ടിരുന്നത്.
ലോവർ ടൗൺസിൽ സാധാരണക്കാരുടെ റെസിഡൻസ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം എന്തും കൂടി ഉണ്ട്, ഗ്രാനറീസ് ഒക്കെ അവിടെ കാണാം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചായിരുന്നു, 3 ലെയർ ഉള്ള ടൗൺ ഉണ്ടായിരുന്നു. അത് ഏത് സിറ്റിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഫിദ ഡോലവീർ. പറഞ്ഞു. ഓ ഹസ്ന അവിടേക്ക് കൊള്ളാം, കറക്റ്റാ. ഹസ്ന നന്നായിട്ടുണ്ട്. എന്തായാലും സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞത് ഹൈലി അപ്രീഷിയേറ്റ്. നിങ്ങളിങ്ങനെ ചാടി ഉത്തരം പറയുന്നതാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ സന്തോഷവും എനർജിയും. സത്യം പറയാം, ഒന്നും അല്ല, ഞങ്ങൾ അതിന് നിങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ചേച്ചി ഞാനല്ല പറഞ്ഞു, വേറെ ആരും തോന്നുന്നു പറഞ്ഞു. ഞാൻ ലെഫ്റ്റ് അയക്കായിരുന്നു. ആണോ? നിന്റെ പേര് തെളിഞ്ഞു വന്നത്, ഞാൻ ഹസ്ന എന്ന് പറഞ്ഞേ. ഇപ്പൊ കേറിയോളൂ, എനിക്കൊരു കോള് വന്നപ്പോ ഞാൻ ഒന്ന് ലെഫ്റ്റ് ആയി. ആണോ? അപ്പൊ അത് ആരുത്തരം പറഞ്ഞ? ആരാണെങ്കിലും കലക്കിണ്ട്. ഞാൻ ജനറൽ ആയിട്ടാട്ടോ എല്ലാരെ കുറിച്ചാട്ടോ പറഞ്ഞത്. എനിക്കിത് ആരെ കുറിച്ച് ഞങ്ങക്ക് എന്താ പറയാ, എല്ലാവരെ കുറിച്ച് ഞങ്ങക്ക് നല്ല അഭിപ്രായം. ലൈക്ക് ഈവൻ ഇപ്പൊ ഈ ഉള്ളവരും ലൈക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ലൈക്ക് ക്ലാസ്സിന് വരാൻ പറ്റില്ല. ഈവൻ അവരാണെങ്കിലും ഭയങ്കര ഉള്ളവര് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യും, മെസ്സേജ് ചെയ്യും. ലൈക്ക് നല്ല ആൾക്കാരാ. നമുക്കും ഇങ്ങനെ നല്ല ക്ലാസ് എടുത്തു തരാനായിട്ട് കുറച്ചുകൂടെ എൻകറേജിങ് ആണ് നിങ്ങളുടെ റെസ്പോൺസ്. ഓക്കെ, അപ്പൊ ആൻസർ എന്തായാലും കറക്റ്റാ, ആര് പറഞ്ഞെങ്കിലും. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്പൊ 2 ലെയർ ആണ് മെയിൻ ആയിട്ട്. എല്ലാ ഇവിടുത്തും 2 ലെയർ ആണുള്ളത്. പിന്നെ അടുത്തത് എന്താണ്, ഈ ഓരോ ടൗണും ഉണ്ടാക്കിയത് എന്ത് വെച്ചിട്ട് കൺസ്ട്രക്ഷൻ ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. ആ ബേൺഡ് ബ്രിക്സിനൊക്കെ വളരെ പെർഫെക്റ്റ് ഡയമെൻഷൻസ് ഒക്കെ ഉള്ളത്. പിന്നെ ഉള്ളതാണ് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ ഡ്രെയിനേജ് സിസ്റ്റം എന്താണ്, ഓരോ വീട്ടിൽ നിന്നും വരുന്ന ഡ്രെയിനേജ് സിസ്റ്റം ആയിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ റെഗുലർ ഇന്റർവെൽസിൽ സെസ് പിറ്റുകൾ ഉണ്ടായിരുന്നു, സോ ദാറ്റ് എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. അടുത്തൊരു ഇമ്പോർട്ടന്റ് കൺസ്ട്രക്ഷൻ ആണ് ഗ്രേറ്റ് ബാത്ത്. അതുകൂടാതെ ഓരോ വീടുകൾക്കും അവരുടേതായ വെൽ കിണറുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാനറീസ് ഞാൻ പറഞ്ഞു ലോവർ ടൗണിലാണ് കാണുന്നത്. ഇനി ഇത് കൂടാതെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ചില ടൗൺസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് കാലിബംഗൻ, ദൊളവീര. ഈ ഇങ്ങനത്തെ പോയിന്റുകൾ നിങ്ങൾ ചെറുതായിട്ട് ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ട് ചെയ്ത് പഠിക്കണം. കാരണം ചിലപ്പോൾ UPSC ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുത്തിരിക്കും, മറ്റേ കാലിബംഗൻ ഒരു ഫോർട്ടിഫൈഡ് ടൗൺ ആയിരുന്നു എന്നും പറഞ്ഞു. അപ്പൊ അത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പോയിന്റ് മറക്കാതെ പഠിച്ചു വെക്കുക. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ടൗൺ പ്ലാനിങ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റിലേക്ക് പോട്ടോ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു പോളിറ്റി. അവരുടെ പോളിറ്റി എങ്ങനെയായിരുന്നു? ഇന്നത്തെ പോലെ വലിയ വലിയ രാജാക്കന്മാരോ അല്ലെങ്കിൽ വലിയ രാജാക്കന്മാരോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പോലെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. മൊണാർക്കിയോ ഡെമോക്രസി ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ മെയിൻ ആയിട്ട് ഒരു സെൻട്രലൈസ്, പക്ഷെ അവർക്കൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ഉള്ളത്. അതായത് ഏതോ ഒരു വലിയ ആരോ അവരെ ഭരിച്ചിരുന്നു, അവരുടെ അണ്ടറിലായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. എന്ന് വെച്ച് ഇന്ന് കാണുന്ന പോലെ വലിയൊരു രാജാവ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ പോലെ എലക്ഷൻ നടന്ന അങ്ങനത്തെ പരിപാടിയും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഒരു വലിയ അയാള് മൊത്തത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി എഴുതിയ പോയിന്റ് തന്നെ വീണ്ടും പറയാം. അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സ് എവിടെയാണ്? അപ്പർ, അതായത് സിറ്റാഡലിലായിരുന്നു അവിടെയായിരുന്നു ഇവരുടെ റെസിഡൻസ് അല്ലെങ്കിൽ അവരുടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നത് സിറ്റാഡലിലായിരുന്നു. ഓക്കെ, ഇനി ഈ IBC റൂൾ ചെയ്തിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് മെർച്ചൻസോ അല്ലെങ്കിൽ ട്രേഡേഴ്സോ, നല്ല പൈസ ഉള്ളവരായിരുന്നു അവിടുത്തെ റൂളിംഗ് ക്ലാസ്. എന്ന് വെച്ചാൽ അവര് രാജാക്കന്മാരല്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷെ അവർക്കായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അധികാരം, റിച്ച് മെർച്ചൻസിനും ട്രേഡേഴ്സിനും. ഓക്കെ, പിന്നെ അവർക്ക് മൊണാർക്കി, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഏകാധിപതി അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഗ്രൂപ്പ് ഓഫ് റിച്ച് മെർച്ചൻസും ട്രേഡേഴ്സും കൂടെ കാര്യങ്ങൾ തീരുമാനിച്ച ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ഇൻഡസ് വാലിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ അല്ല, കുറച്ച് പണ്ട് ഉണ്ടായിരുന്ന പോലത്തെ വലിയ കൊട്ടാരങ്ങളൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ആകെ ഒരു അപ്പർ സിറ്റാഡലിൽ കുറച്ച് ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അല്ലാതെ വലിയ രാജ കൊട്ടാരം അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ഇൻഡസ് വാലിയിൽ നമുക്ക് കാണാൻ പറ്റുക. അവിടുത്തെ മേജർ പവർ ഉണ്ടായിരുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസിനോ ട്രേഡേഴ്സിനോ ആയിരിക്കും. അവർ അത്യാവശ്യം റിച്ച് ആയിരിക്കും. അവരാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഓക്കെ, ഇനി അവർക്ക്
അതിലാരും രാജാവോ ഒരു രാജവംശം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഇവരൊരു കൂട്ടമായിട്ട് തീരുമാനങ്ങൾ എടുത്തിരുന്നു. പിന്നെ അവരുടെ പാലസും ബാക്കി കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാനൊരു കാര്യം ഒരു ചോദ്യത്തിലൂടെ വരാം. എന്തുകൊണ്ടാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക? ഞാനൊരു ചോദ്യമായിട്ട് എല്ലാവർക്കും ആലോചിക്കാനായിട്ട് തരികയാണ്. നമ്മളിപ്പോൾ പഠിച്ചു ഹാരപ്പൻ അല്ലെങ്കിൽ IVCയിൽ സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിരുന്നു. അതിനെന്തായിരിക്കും തെളിവ്? അങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവോ? തെറ്റിപ്പോയാലും കുഴപ്പമില്ല. ഓവർ ടൗൺസിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്സ് ഒക്കെ അപ്പർ സിറ്റാഡലിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നമുക്ക് ഈ താഴെയുള്ള ലോവർ സിറ്റാഡലിൽ നമുക്ക് ഈ സെൻട്രലൈസേഷൻ കൊണ്ടുവരാനുള്ള ആ സംഭവമായിട്ടും ആ സെൻട്രലൈസേഷൻ വരുന്നത് അപ്പർ സിറ്റാഡലിലോ അങ്ങനെയാണ്. അത് ആൻസറിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു നല്ലൊരു പോയിന്റാണ്. അപ്പോൾ അനുപമ ഇപ്പൊ പറഞ്ഞ പോയിന്റ് വെച്ച് തന്നെ പറയാം. ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മളിപ്പോ തൊട്ടു മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്താ കറക്റ്റ് ഒരു 90 ഡിഗ്രി ആംഗിളിൽ കൃത്യമായിട്ട് തിരിച്ചിട്ടാണ് അതിന്റെ ടൗണ് ഡെവലപ്പ് ചെയ്തിരുന്നതെന്ന് നമ്മൾ വായിച്ചു, അല്ല നമ്മൾ പഠിച്ചു. അപ്പൊ അതെന്താ കാണിക്കുന്നത്? ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു ടൗണിന് ഇങ്ങനെ ഒരു പ്ലാൻ വേണമെന്ന് പറയാൻ പറ്റുന്നത്. ഒരിക്കലും ഒരാളുടെ വീട് നമുക്ക് കൃത്യമായിട്ട് ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. പക്ഷെ ഒരു ടൗണ് ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുവാണെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലിരിക്കും. മറിച്ച് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ടൗൺ കൃത്യമായിട്ടൊരു പ്ലാനോടെ ഗ്രിഡ് സിസ്റ്റത്തിൽ വരുള്ളൂ. അപ്പൊ ആ ടൗണുകളാണ് ഇപ്പോൾ സിറ്റാഡല് വന്നതും ലോവർ ടൗൺ വന്നതും എല്ലാം ഈ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ എവിഡൻസ് തന്നെയാണ്. അനുഭവം പറഞ്ഞ പോലെ അതുപോലെ തന്നെ IVCയിലെ ഓരോ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു കൃത്യമായ ചട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്. ഇനി ഒരു കാര്യം കൂടെ, സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നടുക്കൊരു സംഗതി ഉണ്ടെന്നാണോ? അല്ല. സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനായിട്ട് ഒരു പവർ സോഴ്സ്. അതാണ് ഒരു പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്നല്ല ഉദ്ദേശിച്ചത്, ഒരു ബോഡി, ഒരു യൂണിറ്റ് എന്നാണ് ഈ പവർ തീരുമാനങ്ങളെല്ലാം എടുക്കപ്പെടുന്നത്. ഒരു കൂട്ടം ആൾക്കാരാകാം മേ ബി. പക്ഷെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ഹെഡ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഉണ്ട്. അതാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും. അതായത് ഇപ്പൊ നമ്മുടെ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ അത് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം. ഓരോ പഞ്ചായത്തിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് അതിനനുസരിച്ച് അത് ഭരിക്കാനായിട്ട് പറ്റും. അതാണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് കഴിയും ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട്. സെൻട്രലൈസ്ഡ് ആണെങ്കിൽ എന്താ, എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി വേണം. ആ സെൻട്രൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിന്റെ തീരുമാനങ്ങളായിരിക്കും എല്ലായിടത്തും എടുക്കേണ്ടി വരിക. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, അതായത് സെൻട്രലൈസ്ഡ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയില് മോദി മാത്രമാണ് ലൈക് ഫുൾ ഇന്ത്യനെ ഭരിക്കുന്നെങ്കിൽ അതിന് നമുക്ക് സെൻട്രലൈസ്ഡ് എന്ന് പറയാം. യെസ്. പക്ഷെ നമ്മൾക്ക് ഇപ്പൊ ഇന്ത്യൻ പൊളിറ്റിയിൽ മോദി മാത്രമല്ല, ഇപ്പൊ മോദി ഉണ്ട്, സെൻട്രലി മോദി ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, പഞ്ചായത്തും ഉണ്ട്. അപ്പൊ അതൊരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. അപ്പൊ IVCനെ കുറിച്ച് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിരുന്നു. ഏതൊക്കെയോ ഒരു ടീംസ് എടുക്കുന്ന തീരുമാനങ്ങൾ ആ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ എല്ലായിടത്തും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു അവിടെ എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ടൗൺ ഇത്ര വെൽ ഡെവലപ്പ് ആയത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് പറയാം. എല്ലാ ടൗണുകളും അതായത് ഇപ്പൊ മോഹൻജാദാരോയിലുള്ള ടൗണിനും ഒരു ഗ്രിഡ് സിസ്റ്റം ഉണ്ട്, അതേപോലത്തെ ഒരു ഗ്രിഡ് സിസ്റ്റം തന്നെ വേറെ ഹരപ്പയിലും ഉണ്ട്. അതിന്റെ അർത്ഥം ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഈ പറഞ്ഞ വാക്കൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട്, ചില വാക്ക് UPSCക്ക് ഭയങ്കര ഇഷ്ടം. ഈ സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, അതൊക്കെ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. ഈവൻ നെക്സ്റ്റ് ഇനിയിപ്പോ പൊളിറ്റിക്സ് ഒക്കെ എടുത്തു തുടങ്ങുമ്പോൾ ഈ വാക്കുകൾ വെച്ചിട്ടുള്ള കുറച്ച് കളിയാണ് ഈ മെയിൻസ് എക്സാമിന് മാർക്ക് കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇക്കോണമിയിലേക്ക് പോവാണ്. ആ സമയത്തുണ്ടായിരുന്ന അവരുടെ എക്കണോമി എങ്ങനെയായിരുന്നു വെച്ചാൽ, അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹണ്ടിങ് ഗ്യാതറിംഗിൽ നിന്ന് മാറിയിട്ട് അവർ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു മേജർ ഫീച്ചർ ആണ്
അല്ലെങ്കിൽ ഒരു മേജർ ആക്ടിവിറ്റി തന്നെയായിരുന്നു എന്ത്, അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ മെയിൻ എക്കണോമിക് ആക്ടിവിറ്റി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ക്രോപ്സ് മെയിൻ ആയിട്ട് വീറ്റ്, ബാർലി, മെയ്സ്, സീസെയിം ഒക്കെ ആയിരുന്നു. ഈവൻ കോട്ടണും ഈ സിന്ധു റീജിയനിൽ കോട്ടൺ വളരെ അബണ്ടന്റ് ആയിട്ട് കണ്ടിരുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സൈറ്റിൽ പറഞ്ഞായിരുന്നു വോവൺ ക്ലോത്ത് ഉപയോഗിച്ചിരുന്നു എന്ന്. അപ്പൊ ഞാൻ ആ കഥ ഒന്ന് ഓർത്തിട്ട് അത് ഏത് സൈറ്റ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞേ? മോഹൻജദാരോ. ആ കറക്റ്റ്. അനുപമയാണോ പറഞ്ഞേ? അതെ. ആ ഓക്കെ, അടിപൊളി, കറക്റ്റ്. അപ്പം മോഹൻജോദാരോയിലാണ് ആ വോവൻ ക്ലോത്ത് കിട്ടിയത്. ഓക്കെ, അപ്പൊ കോട്ടൺ ആ ഒരു സൈറ്റിൽ അത്യാവശ്യം നല്ലപോലെ അവൈലബിൾ ആയിരുന്നു. അപ്പം അഗ്രികൾച്ചർ ഒരു മേജർ എക്കണോമിക് ആക്ടിവിറ്റി ആയിരുന്നു. കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വീറ്റ്, ബാർലി, മെയ്സ്, സീസെയിം, ഈവൻ റൈസ് ചില സ്ഥലത്ത് കണ്ടിരുന്നു. ഓക്കെ, എല്ലായിടത്തും കണ്ടിരുന്നില്ല, 2-3 സൈറ്റിലാണ് മെയിൻ ആയിട്ട് റൈസ് കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. ആദ്യമായിട്ട് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് കണ്ട സൈറ്റ് ഏതാ? അനാമിക. ഐ മീൻ സൈറ്റ് അല്ല, ആ സൈറ്റ് പറയാമെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. ഓർമ്മയുണ്ടോ? ഓക്കെ, ഞാൻ പറയാം. മീസോലിത്തിക്കിലാണ് ആദ്യമായിട്ട് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പറയണം. അതിന് കിട്ടിയ 2 സൈറ്റ് ആയിരുന്നു ബാഗോഹറും ആഡംഘട്ടും. ഓക്കെ, ഇനി അവിടെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ആനിമൽസിന് എക്സാമ്പിൾ ആണ് ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ ഒക്കെ. പിന്നെ ഹോഴ്സിനെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല ഇൻഡസ് വാലി സിവിലൈസേഷനിൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ആക്ടിവിറ്റി, ലൈക്ക് ആക്ടിവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ആർട്ടിസ്റ്റും ക്രാഫ്റ്റ്മെന്റും. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ധാരാളം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ലൈക്ക് ഗോൾഡ് സ്മിത്ത് ഉണ്ടായിരുന്നു, ബ്രിക്ക് മേക്കേഴ്സ്, നമ്മൾ ഓൾറെഡി പഠിച്ചു, അവര് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയത് ബേൺഡ് ബ്രിക്ക് വെച്ചിട്ട്. അപ്പൊ ബ്രിക്ക് മേക്കേഴ്സ് കുറെ അധികം ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റോൺ കട്ടേഴ്സ് ഉണ്ടായിരുന്നു അവിടെ, ബോട്ട് ബിൽഡേഴ്സ് ഉണ്ടായിരുന്നു, ടെറാക്കോട്ട മാനുഫാക്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റും ക്രാഫ്റ്റ്മെന്റും. നെക്സ്റ്റ് അവിടെ നിന്ന് കിട്ടിയതാണ് പോട്രി. കുറെ പോട്ട്സ് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ചില പോട്ട് പ്ലെയിൻ പോട്ടായിരിക്കും, വലിയ ഡിസൈനും പരിപാടിയൊന്നും ഇല്ലാത്ത പോട്ടായിരുന്നു. വേറെ ചിലത് മെയിൻ ആയിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷന് കിട്ടിയ പോട്ടാണ് റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ട്. അതായത് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിന്റ് ചെയ്തിരുന്ന പോട്ടറീസ് ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് മെയിൻ ആയിട്ട് കിട്ടി. ഈ റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറി എന്നുള്ള കാര്യം ഒരു സ്റ്റാർ മാർക്ക് ഇട്ട് പഠിച്ചോളൂ. കാരണം അടുത്തത് വേദിക് ഏജ് വരുമ്പോഴും, ലേറ്റർ വേദിക് ഏജ് അല്ലെങ്കിൽ മൗര്യൻ പീരീഡ് വരുമ്പോൾ അവിടെ പോട്ടറീസ് കിട്ടിയിട്ടുണ്ട്, അവിടെ വേറെ കളറായിരിക്കും. അപ്പം റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറി കിട്ടിയിരിക്കുന്നത് ഇൻഡസ് വാലി സൈറ്റിൽ നിന്നാണ് ഈ കളറുള്ള പോട്ട് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി ബീഡ്സ് കിട്ടിയിട്ടുണ്ട്. അതെന്താ, പല സെമി പ്രഷ്യസ് സ്റ്റോൺസ് ലൈക്ക് ലാപ്പിസ് ലാസുലി അങ്ങനത്തെ കുറച്ച് പ്രഷ്യസ് സ്റ്റോൺസ് വെച്ചിട്ടായിരുന്നു ബീഡ്സ് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഇത്രയുമായിരുന്നു മെയിൻ ആയിട്ട് അവിടെയുള്ള എക്കണോമിക് ആക്ടിവിറ്റി. അഗ്രികൾച്ചർ ആയിരുന്നു മേജർ എക്കണോമിക് ആക്ടിവിറ്റി. വീറ്റ്, മെയ്സ്, ബാർലി ഇതൊക്കെ ആയിരുന്നു കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്രോപ്സ്. അടുത്തത് ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. അതിന് എക്സാമ്പിൾ ആണ് ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ ഒക്കെ. ഹോഴ്സിന്റെ കാര്യത്തിൽ ഇപ്പോഴും എവിഡൻസ് ക്ലിയർ അല്ല, അത് ഉറപ്പായിട്ടില്ല, അന്ന് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് നമുക്ക്. പിന്നെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അതായത് ഗോൾഡ് സ്മിത്ത് ഉണ്ടായിരുന്നു, സ്റ്റോൺ കട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു, ടെറാക്കോട്ട മേക്കേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ബ്രിക്ക് മേക്കേഴ്സ് ഉണ്ടായിരുന്നു, ബോട്ട് ബിൽഡേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള പോട്ട് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് പ്ലെയിൻ ആയിട്ടുള്ള പോട്ട്സ് ഉണ്ടായിരുന്നു. അതുകൂടാതെ റെഡ് ആൻഡ് ബ്ലാക്ക് കളേർഡ് പോട്ടറി ഉണ്ടായിരുന്നു, പോട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ബീഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ട്രേഡ് നടന്നു. വാണിജ്യം എന്ന് മലയാളത്തിൽ പറയും. അതായത് നല്ലപോലെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ, അതായത് ആ ഇൻഡസ് വാലി സൈറ്റ്സിൽ തന്നെ നല്ലപോലെ ട്രേഡ് നടന്നിട്ടുണ്ട്. അത് കൂടാണ്ട് ഈ ഇൻഡസ് വാലി സൈറ്റിൽ നിന്ന് വേറെ സ്ഥലത്തേക്കും ട്രേഡ് നടന്നിട്ടുണ്ട്. അതിൽ അതിന് എക്സാമ്പിൾ ആണ് മെസ്സപ്പൊട്ടാമിയ. മെസ്സപ്പൊട്ടാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാഖ് ഭാഗം, അഫ്ഗാനിസ്ഥാൻ ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് കുറെ സാധനങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതിയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത കാര്യങ്ങളാണ്. വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളായിരുന്നു ഗോൾഡ്, കോപ്പർ, ടിൻ, പിന്നെ വേറെ സെമി പ്രഷ്യസ് മെറ്റൽ ലൈക്ക് കാർനേലിയൻ, ലാപ്പിസ് ലാസ്ലി. ഈ ലാപ്പിസ് ലാസ്ലി ആണ് ഇതേ കാണുന്നത്, ഒരു ബ്ലൂ കളർ സാധനമാണ് ഈ ലാപ്പിസ് ലാസ്ലി.
ഓക്കെ, അതൊരു സെമി പ്രഷ്യസ് സ്റ്റോൺ ആണ്. അപ്പം ഗോൾഡ്, കോപ്പർ, ടിൻ, പിന്നെ കാർനേലിയൻ, ലാപ്പിസ് ലാസിഡി പോലുള്ള സെമി പ്രഷ്യസ് മെറ്റൽസ് ഒക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വാങ്ങിച്ചത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്തൊക്കെ കയറ്റിവിടാൻ പറ്റി? നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ. അപ്പൊ ഡെഫിനറ്റ്ലി ഇന്നത്തെ പോലെ തന്നെ അന്നും അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് നമ്മൾ കുറെ അധികം ഇവിടുന്ന് അങ്ങോട്ട് വേറെ രാജ്യങ്ങളിലേക്ക്, അതായത് മെസപ്പൊട്ടാമിയ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്ക്, ഈവൻ സുമാത്ര, ഇപ്പോഴത്തെ ഇന്തോനേഷ്യ ഭാഗത്തേക്ക് നമ്മൾ ട്രേഡ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അവിടേക്കൊക്കെ ട്രേഡ് ചെയ്ത സാധനങ്ങളാണ്, കൊടുത്തുവിട്ട സാധനങ്ങളാണ് വീറ്റ്, ബാർലി, പീസ്, പിന്നെ ഫിനിഷ്ഡ് കോട്ടൺ ഗുഡ്സ് ലൈക്ക് കോട്ടൺ ഗുഡ്സ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ പോട്ടറി അത് അത്യാവശ്യം നല്ല സാധനമായിരുന്നു. അപ്പൊ പോട്ടറി ഒക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട്. നമ്മുടെ ടെറാക്കോട്ട ഫിഗേഴ്സ്, ഐവറി പ്രൊഡക്റ്റ്, ഇതൊക്കെ ഇവിടുന്ന് വേറെ സിവിലൈസേഷൻ അല്ലെങ്കിൽ വേറെ ലൊക്കേഷൻസിലോട്ട് നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഈ ഇവിടുന്ന് ആ സ്ഥലം വരെ ട്രേഡ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന് എവിഡൻസ് എന്താ? മെയിൻ ആയിട്ട് നമുക്ക് മെസപ്പൊട്ടാമിയ എന്നൊക്കെ ചില സീല് കിട്ടിയിട്ടുണ്ട്. ആ സീൽസിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കണം, ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് കുറെ സാധനം അങ്ങോട്ട് പോയിട്ടുണ്ട്. കാരണം ഈ സീല് വെച്ചിട്ടായിരിക്കും ചിലപ്പം അവരുടെ ട്രേഡ്, കച്ചവടം നടന്നിട്ടുണ്ടാവുക സീലിന്റെ ബേസിലായിരിക്കും. പിന്നെ മെയിൻ ആയിട്ടും അന്നത്തെ കാലത്ത് ട്രേഡ് നടക്കുക ബാർട്ടർ സിസ്റ്റത്തിലായിരിക്കും. അതായത് ഇവിടുന്ന് ഒരു സാധനം കൊടുക്കുമ്പോൾ അവർ അതിന് പകരമായിട്ട് വേറൊരു സാധനം കൊടുക്കും. അതിനാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ റോഡ് മാർഗത്തിൽ കൂടെ നോക്കുവാണെങ്കിൽ ബുള്ളോ കാർട്ടും കാള അതൊക്കെ വെച്ചിട്ടായിരുന്നു ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത്. ഐ മീൻ ട്രാൻസ്പോർട്ടേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. കപ്പൽ മാർഗത്തിൽ കൂടെ കപ്പലും ഷിപ്പും അല്ല ബോട്ടും ഷിപ്പും ഉപയോഗിച്ചായിരുന്നു സീയിലും റിവറിൽ കൂടെ ട്രാൻസ്പോർട്ടേഷൻ നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാണ്, എക്കണോമി ക്ലിയർ ആണോ? സ്പീഡ് കൂടിയോ? ക്ലിയർ ആണ്. ഒന്നുകൂടെ ഞാനൊന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്ത് പറയാം. അതായത് മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എക്കണോമി, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ എക്കണോമി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആയിരുന്നു മേജർ എക്കണോമിക് ആക്ടിവിറ്റി. കൾട്ടിവേറ്റ് ചെയ്ത ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വീറ്റ്, ബാർലി, മെയ്സ് ഒക്കെ. പിന്നെ കോട്ടൺ നല്ലപോലെ അവൈലബിൾ ആയിരുന്നു ആ ഒരു ഏരിയയിൽ. അടുത്തതെന്ന് പറഞ്ഞാൽ അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഹോഴ്സസിനെ പറ്റിയുള്ള എവിഡൻസിനെ പറ്റി ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അടുത്തത് അവിടെ ആർട്ടിസ്റ്റും ക്രാഫ്റ്റ്മാനും ലൈക്ക് ഗോൾഡ് സ്മിത്ത്മാര്, സ്റ്റോൺ കട്ടേഴ്സ്, ബ്രിക്ക് മേക്കേഴ്സ്, അങ്ങനെ കുറെ പേര് കാണാൻ പറ്റും. പിന്നെ പോട്ടറി എന്ന് പറയുമ്പോൾ പ്ലെയിൻ പോട്ടറി ഉണ്ട്, റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറി ഉണ്ടായിരുന്നു. പിന്നെ ബീഡ്സ് കണ്ടു കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ട്രേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്റേണലി നല്ലപോലെ ട്രേഡ് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റേണൽ സ്ഥലങ്ങളിലേക്ക് അവർ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ട്രേഡ് ചെയ്തേക്കുന്നതിൽ ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്, പുറത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ച സാധനമാണ് ഗോൾഡ്, കോപ്പർ, പിന്നെ സെമി പ്രഷ്യസ് മെറ്റൽ ലൈക്ക് ലാപ്പിസ് ലാസിഡി. ഇവിടുന്ന് കൊടുത്തു വിട്ടാണ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, ഫിനിഷ്ഡ് കോട്ടൺ പ്രൊഡക്റ്റ്, പിന്നെന്താ ടെറാക്കോട്ട ഫിഗേഴ്സ്, നമ്മുടെ പോട്ടറി, ഇതൊക്കെ കൊടുത്തുവിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് സാധനങ്ങൾ പോയിട്ടുണ്ടെന്നുള്ളതിന് തെളിവായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? സീല് ആ സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കി, ഓക്കെ, ഇവിടുന്ന് കുറെ സാധനങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്ന്. പിന്നെ ആ സമയത്ത് ട്രേഡ് പൈസ ബേസിലായിരുന്നില്ല, പകരം ഇവിടുന്ന് ഒരു സാധനം കൊടുത്ത് അവിടുന്ന് വേറെ സാധനം കിട്ടും. അപ്പൊ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ട്രേഡ് ചെയ്യാൻ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കൂടുതലായിട്ടും ബുള്ളോ കാർട്ട്, ഓക്സിജൻ വഴിയായിരുന്നു. റോഡിൽ കൂടെ ഇവരെ വെച്ചിട്ടായിരുന്നു യാത്രകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. മറ്റത് ബോട്ടോ അല്ലെങ്കിൽ ഷിപ്പോ വെച്ചിട്ടായിരുന്നു. അപ്പൊ അതാണ് ഇക്കോണമി. നെക്സ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൊസൈറ്റി, അവരുടെ സാമൂഹ്യ ജീവിതം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഈക്വൽ ആണ്. എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു, അപ്പർ സിറ്റാഡലിൽ, ലോവർ ടൗണിൽ, സിറ്റാഡലിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരും താഴേക്ക് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ, ഇപ്പോഴത്തെ ലോവർ ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയുന്ന അത്യാവശ്യം അത്ര പണം ഇല്ലാത്തവരുമായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ സൊസൈറ്റി അൺഈക്വൽ ആയിരുന്നു. കുറച്ച് പേർക്ക് പണമുണ്ട്, കുറച്ച് പേർക്ക് പണമില്ല, അങ്ങനത്തെ അൺഈക്വൽ സൊസൈറ്റിയാണ്. പക്ഷെ അത് ഡിസ്ക്രിമിനേറ്ററി അല്ല. അതായത് ഒരു കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റം പോലെ, അതായത് ഞങ്ങള് ലൈക്ക് അപ്പർ കാസ്റ്റ് ആണ്, അതുകൊണ്ട് നിങ്ങള് ലോവർ കാസ്റ്റ് വന്ന് തുടരുത്, നമ്മുടെ റെസിഡൻസിന്റെ അടുത്ത് നിങ്ങളൊന്നും താമസിക്കരുത്, അങ്ങനെ വിവേചനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈക്വൽ ആയിരുന്നില്ല, തുല്യമായ സൊസൈറ്റി ആയിരുന്നില്ല. പക്ഷെ സൊസൈറ്റി തുല്യ അല്ലായിരുന്നു. അതായത് റിച്ച് ആൾക്കാരുണ്ടായിരുന്നു, പുവർ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ വിവേചനം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരുമിച്ച് താമസിക്കാം. ഈവൻ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് പൂറായിട്ടിരുന്ന ആൾക്കാർക്ക് റിച്ച് ആവാനുള്ള അവസരവും ആ സൊസൈറ്റി കൊടുത്തിരുന്നു.
അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദർ വാസ് എ കൺസെപ്റ്റ് ഓഫ് കോ എക്സിസ്റ്റൻസ്. അവർക്ക് ഒരുമിച്ച് ഒത്തു താമസിച്ചു പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മൊബിലൈസേഷൻ ഇൻ ദ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് പാവപ്പെട്ടവരായിരുന്നവർക്ക് അവരുടെ അധ്വാനത്തിൽ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിൽ കൂടെ റിച്ച് ആവാനുള്ള അവരുടെ സ്റ്റാറ്റസ് ഉയർത്താനുള്ള അവസരവും ആ സൊസൈറ്റി കൊടുത്തിരുന്നു. അതിനാണ് മൊബിലൈസേഷൻ എന്ന് പറയുക. ഇപ്പൊ കാസ്റ്റ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊബിലൈസേഷൻ പോസിബിൾ അല്ല. അതായത് ബ്രാഹ്മണനായിട്ട് ജനിച്ചവൻ എന്നും ബ്രാഹ്മണനാ, ശൂദ്രനായിട്ട് ജനിച്ചവൻ എന്നും ശൂദ്രനാ. അയാൾക്ക് നെക്സ്റ്റ് അപ്പർ കാസ്റ്റിലേക്ക് ഒരു ശൂദ്രൻ ഒരിക്കലും ബ്രാഹ്മണന്റെ ക്ലാസ്സിലേക്ക് കയറി പോകാൻ പറ്റില്ല. അപ്പൊ അതാണ് അതിനർത്ഥം അവിടെ മൊബിലൈസേഷൻ ഇല്ല എന്നാണ്. ഇത് കാസ്റ്റ് സിസ്റ്റത്തിൽ മൊബിലൈസേഷൻ പോസിബിൾ അല്ല. പക്ഷെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ മൊബിലൈസേഷൻ പോസിബിൾ ആയിരുന്നു. ഒരിക്കൽ പാവപ്പെട്ടവനായിട്ടുള്ളവന് ഏതെങ്കിലും ഒരു അവസരത്തിൽ റിച്ച് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അയാൾക്ക് അത് പോസിബിൾ ആയിരുന്നു. അപ്പൊ അയാളുടെ സ്റ്റാറ്റസ് അവിടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻഡസ് വാലി സൊസൈറ്റി എന്ന് പറയുന്നത് അൺഈക്വൽ സൊസൈറ്റി ആയിരുന്നു. ദാറ്റ് മീൻസ് അവിടെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, പുവർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവിടെ പ്യുവർ ഡിസ്ക്രിമിനേഷൻ, അതായത് വിവേചനം ഉണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് ഒരുമിച്ച് സഹവസിക്കാൻ പറ്റുമായിരുന്നു, ലൈക് കോ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മൊബിലൈസേഷൻ ഓഫ് സൊസൈറ്റി പോസിബിൾ ആയിരുന്നു. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഇതിൽ ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? നന്ദന മനസ്സിലായി. ക്ലിയർ ആണോ? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ഈ സൊസൈറ്റീനെ പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയുന്നവരുണ്ട്, മാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അതായത് പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു സൊസൈറ്റിയാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് പറയാൻ കാരണം ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മെയിൽ ഡയറ്റി ആരെങ്കിലും പറഞ്ഞേ? പശുപതി മഹാദേവ്. യെസ്. ഫീമെയിൽ ഡയറ്റിയോ? മദർ ഓഫ് ഗോഡസസ്. മദർ ഗോഡസസ്. വെരി ഗുഡ്, നൈസ്. ഇത് കറക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പം പാട്രിയാർക്കൽ സൊസൈറ്റി ആന്ന് പറയുന്നതിന്, അതായത് പുരുഷ മേധാവിത്വം ഉള്ള ഒരു സൊസൈറ്റി ആയിരുന്നു എന്ന് പറയുന്നതിന് അവര് എവിഡൻസ് ആയിട്ട് പറയുന്നത് ഓക്കെ അവര് പശുപതി മഹാദേവനെ വർഷിപ്പ് ചെയ്തിരുന്നു, അതുകൊണ്ട് ആ സൊസൈറ്റി ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. നേരെ മറിച്ച് അങ്ങനെയല്ല, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സൊസൈറ്റിയാണ്. കാരണം അവര് മദർ ഗോഡസസിനെയാണ് വർഷിപ്പ് ചെയ്തിരുന്നതെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പം രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. പാട്രിയാർക്കൽ സൊസൈറ്റി ആണെന്നും പറയാം, വേണമെങ്കിൽ മാട്രിയാർക്കൽ സൊസൈറ്റി ആണെന്നും പറയാം. ഓക്കെ, അപ്പൊ അതാണ് ആ സൊസൈറ്റിയുടെ ഒരു ഇത്. ഒന്ന് അൺഈക്വൽ സൊസൈറ്റി ആണ്, പക്ഷെ ഡിസ്ക്രിമിനേറ്ററി അല്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഓഫ് കോ എക്സിസ്റ്റൻസും മൊബിലൈസേഷനും ആ സൊസൈറ്റിയിൽ പോസിബിൾ ആയിരുന്നു. അടുത്തത് സൊസൈറ്റി പാട്രിയാർക്കൽ ആണെന്നും പറയുന്നുണ്ട്, മാട്രിയാർക്കൽ ആണെന്നും പറയുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ എവിഡൻസ് ഇന്നതാണെന്നും കൂടെ പറയാം. ഓക്കെ, അതാണ് സൊസൈറ്റിനെ പറ്റി പറയാം. ഇനി അടുത്തത് അവരുടെ റിലീജിയസ് ബിലീഫ് എങ്ങനെയായിരുന്നു നോക്കാം. ഇന്ന് കാണുന്ന പോലെ ഒരു പക്കാ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റിലീജിയസ് സിസ്റ്റം, അതായത് ഒരു റിലീജിയൻ, ആ റിലീജിയന് ഒരു സ്ക്രിപ്ചർ ഉണ്ടാവും. ഇപ്പം പുരാണ അല്ലെങ്കിൽ ബൈബിള്, ഖുറാൻ, അങ്ങനെ ഒരു പക്ക ഒരു ലിറ്ററേച്ചർ, പിന്നെ അവർക്ക് എല്ലാവർക്കും കൂടെ പോയി ഇത് ചെയ്യാനുള്ള പള്ളി അല്ലെങ്കിൽ അമ്പലം, അങ്ങനത്തെ ഒരു റിലീജിയസ് ബിലീഫ് സിസ്റ്റം അല്ലായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ളത്. അതാണ് സ്ട്രക്ചേർഡ് ഫോം ഓഫ് റിലീജിയൻ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഒരു സ്ക്രിപ്ചർ ഉണ്ടായിരുന്നില്ല, അതുപോലെ അവർക്ക് ഒത്തുകൂടി പ്രാർത്ഥിക്കാൻ ഒരു പള്ളിയോ അമ്പലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആരാധനയ്ക്ക് നേതൃത്വം നടത്താൻ ഒരു തിരുമേനിയോ അല്ലെങ്കിൽ പള്ളിയിലച്ഛനോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം സ്ട്രക്ചേർഡ് ഫോം ഓഫ് റിലീജിയൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ കൂടുതലായിട്ടും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഫോഴ്സസിനെ ആയിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈവൻ അവർ ഗോസ്റ്റിനെ അവർ ബിലീവ് ചെയ്തിരുന്നു. ട്രീസ്, ആനിമൽസ്, അതിനെ വർഷിപ്പ് ചെയ്തിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ടെമ്പിൾസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ ചീഫ് ഡയറ്റി എന്ന് പറയുന്നത് ഇതാണ് പശുപതി മഹാദേവ്. ഇദ്ദേഹം ഒരു യോഗിക് പോസ്റ്റർ, ഇപ്പോഴത്തെ മറ്റേ യോഗ പോസ്റ്റർ എന്നൊക്കെ പറയില്ലേ, അപ്പൊ യോഗിമാരിരിക്കുന്ന ആ ഒരു യോഗിക് പോസ്റ്ററിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ചുറ്റും 4 ആനിമൽസ് നമുക്ക് കാണാം. ഈ പടം നോക്കി കഴിഞ്ഞാൽ ഇതൊരു എലിഫന്റ് ആണ്, ടൈഗർ, ഇത് ബഫലോയും റിനോസറസും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ താഴത്ത് ബഫലോയും മേലെ റിനോസ്. അങ്ങനെ ഓക്കെ, തോന്നുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് ബഫല്ലോ, ഒന്ന് റിനോസറസ്. കുറച്ചുകൂടെ സൂം ചെയ്യാൻ പറ്റുമോ അന്ന? സൂം ചെയ്യാൻ പറ്റും? റിനോസർ കൊമ്പുണ്ട്.
കൊമ്പ് ശരിയാ. ഫ്രണ്ടിലാ ഓക്കെ ഇത് ഉള്ളത്. ഓക്കെ ശരിയാ. ഇത് കാളയുടെ 2 കൊമ്പില്ലേ, ഞാൻ ഇത് ഒറ്റ കൊമ്പെന്ന് ഓർത്തു. ഓക്കെ അപ്പൊ ശരിയാ. അങ്ങനെ ഞാൻ വിചാരിച്ചു വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ ഇത് മേലത്തെ റിനോസറസ്, ഇത് ആരായിരുന്നു, ബഫല്ലോ. ഓക്കെ അപ്പൊ ഇതാണ് പശുപതി മഹാദേവ്. ഇദ്ദേഹത്തിന് ചുറ്റും 4 ആനിമൽസ് ലൈക്ക് എലിഫന്റ്, ടൈഗർ, റിനോസറസ്, പിന്നെ ബഫല്ലോ. ഇനി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ഡിയറിനെയും കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ പശുപതി മഹാദേവിന്റെ. അപ്പൊ ഇത് ഞാൻ ഇത്ര സ്പെസിഫിക് ആയിട്ട് ഈ ആനിമൽസിന്റെ ഒരു പ്രാവശ്യം UPSC ചോദിച്ചിട്ടുണ്ട്. ഈ ഇൻഡസ് വാലി സൈറ്റിൽ കാണാത്ത മൃഗം ഏതാ, കണ്ട മൃഗം ഏതാ, അങ്ങനെ പലതും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഓരോ പോയിന്റ് എടുത്തെടുത്ത് പറയണത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നത് വെച്ചിട്ടാട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ഫണ്ണായിട്ട് എടുക്കരുത്, ഇച്ചിരി സീരിയസ് ആയിട്ട് തന്നെ ഞാനത് പറഞ്ഞു. അപ്പം പശുപതി മഹാദേവിന്റെ ഒരു ഫിഗർ കിട്ടിയിട്ടുണ്ട്. അവര് റിലീജിയസ് സിസ്റ്റം, അതായത് അവിടെ ഫാലിക് വർഷിപ്പ്, യോനി വർഷിപ്പ് ഒക്കെ നടന്ന സൊസൈറ്റി ആയിരുന്നു അത്. അവരുടെ മെയിൻ ഡൈറ്റീസ് എന്ന് പറയുന്നത്, മെയിൻ ഡൈറ്റി ആയിരുന്നു പശുപതി മഹാദേവ്. അദ്ദേഹത്തിന്റെ യോഗിക് പോസ്റ്ററിൽ ഇരിക്കുന്ന ഒരു ടെറാക്കോട്ട ഫിഗറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ചുറ്റും 4 ആനിമൽസിനെ കാണിക്കുന്നു, ലൈക്ക് ടൈഗർ, എലിഫന്റ്, റിനോസറസ്, ബഫല്ലോ. പിന്നെ 2 ഇതിന്റെ അടിയിലായിട്ട് 2 ഡിയറിനെയും കാണാം. ഓക്കെ അപ്പൊ ചിലപ്പോ നിങ്ങൾ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഇപ്പൊ എനിക്ക് മാറിപ്പോയ ഈ 2 ആനിമൽസ് നിങ്ങൾ ഒരിക്കലും മറക്കില്ലായിരിക്കും. റിനോസറസ് ആണോ ബഫല്ലോ ആണോ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് ഇത് ഓർത്താൽ മതി. ഓക്കെ അടുത്ത ഫീമെയിൽ ഡൈറ്റി ആണ് മദർ ഗോഡസ്. അതും ടെറാക്കോട്ട ഫിഗർ. ഇതാണ് മദർ ഗോഡസസ്. ടെറാക്കോട്ട വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് റിലീജിയസ് സിസ്റ്റത്തെ പറ്റി പറയാനുള്ളത്. ഫസ്റ്റ് ഒരു സ്ട്രക്ചേർഡ് ഫോം ഓഫ് റിലീജിയൻ അവർക്ക് ഉണ്ടായിരുന്നില്ല. അവര് സൂപ്പർ നാച്ചുറൽ ഫോഴ്സസിനെ ആരാധിച്ചിരുന്നു. അവര് ആനിമൽസിനെ, പ്ലാന്റ്സിനെ, എല്ലാത്തിനെയും വർഷിപ്പ് ചെയ്തിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. ഒരു ടെമ്പിൾസോ അല്ലെങ്കിൽ പ്രീസ്റ്റോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ മെയിൻ ഡൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൽ ഡൈറ്റി എന്ന് പറയുന്നത് പശുപതി മഹാദേവായിരുന്നു. അദ്ദേഹത്തിന്റെ യോഗിക് പോസ്റ്ററിൽ ഇരിക്കുന്ന ഒരു ടെറാക്കോട്ട ഫിഗർ കിട്ടിയിട്ടുണ്ട്. അതിന് ചുറ്റും 4 ആനിമൽസിനെ കാണാം. ആ ആനിമൽസ് ഏതൊക്കെയോ? ഫിദ അല്ലെ? ഇന്നത്തെ മൊത്തം ഞാൻ ഫിദയോടെ ചോദിക്കുന്നു. എലിഫന്റ്, ടൈഗർ, ബഫല്ലോ, പിന്നെ ഡിനോസർ. ഡിനോസർ അല്ല, റിനോസിറസ്. എന്തായിരുന്നു? റിനോസിറസ് മറ്റേ എന്താണ്, ഹിപ്പോപ്പൊട്ടാമസ്. റിനോസറസ്. ഹിപ്പോപ്പൊട്ടാമസ് ഒന്നുമല്ല, ഹിപ്പോപ്പൊട്ടാമസ് അല്ലേ? ഹിപ്പോപ്പൊട്ടാമസ് വേറെ, റിനോ വേറെ. ഓക്കെ റൈനോസിറസ് കേട്ടോ, റൈനോസിറസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടേ, അത് നോക്കണേ. റൈനോസിറസ്. ഓക്കെ സോറി, അത് മാറിപ്പോയത്. അയ്യോ കുഴപ്പമില്ല, എന്തായാലും ചോദിച്ചാൽ നന്നായി. വേറെ ആരെങ്കിലും ഡിനോസറിന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ഹസ്ന? അല്ല കുഴപ്പമില്ല, നമുക്ക് സമയം കുറെ ആവുന്നു. റൈനോന്ന് എഴുതിയേ? റൈനോ തന്നെ എഴുതി. ഓക്കെ പിന്നെ ഫീമെയിൽ ഡൈറ്റി, മദർ ഗോഡസസ്. ഓക്കെ നെക്സ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടെ, ഇവര് ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിച്ചിരുന്നു. കാരണം ഇവര് ബറി ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ല കോമഡിയാണ്. അതായത് ഇവരൊരു മനുഷ്യനെ കുഴിച്ചിടുന്നതിനൊപ്പം അവർക്ക് അടുത്ത ലൈഫിൽ ജീവിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും കൂടെ, അതായത് പാത്രം, മറ്റേ നെക്സ്റ്റ് ലൈഫിൽ അവർക്ക് എന്തൊക്കെ വേണം അതെല്ലാം സാധനങ്ങൾ. നോക്കൂ ഇവിടെ കുറെ പോട്ട്സ്, അവരുടെ പാത്രങ്ങൾ, അവരുടെ ആഭരണങ്ങൾ, ഡ്രസ്സ്, ഇവൻ അവർക്ക് വേണ്ട എന്തോ മേക്കപ്പിന് വേണ്ട ഐറ്റംസ്, മേക്കപ്പിന് വേണ്ട ഐറ്റം. ഇവൻ അവർക്ക് 2 സെർവന്റിന് വേണമെങ്കിൽ അവരെയും കൂടെ ഇതിനൊപ്പം കുഴിച്ചിടുമായിരുന്നു. അപ്പൊ അത്രയും അവര് ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ളത്. ഓക്കെ അതായത് ഇനി അവര് അടുത്ത ലോകത്ത് നിന്ന് ഇനി ചെയ്യുമ്പോൾ അവർക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വേണ്ട. അത്രയും റിച്ച് ആയിട്ടുള്ള ആളാണെങ്കിൽ യാതൊരു പണി ഇനി എടുക്കണ്ട, അയാൾക്കുള്ള സെർവന്റിനെയും കൂടെ ഞങ്ങൾ കൊടുത്തു വിട്ടേക്കാന്നുള്ള ഒരു തോട്ടായിരുന്നു അവർക്ക്. അപ്പൊ ദേ ബിലീവ്ഡ് ഇൻ ദ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അതിന്റെ എവിഡൻസ് കിട്ടുന്നത് ബറിയൽ സിസ്റ്റത്തിൽ നിന്നായിരുന്നു. ഫുൾ ബറിയൽ, ഫ്രാക്ഷണൽ ബറിയൽ, അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ റാപ്ഡ് വിത്ത് കോട്ടൺ അലോങ് വിത്ത് ദ ഡെഡ് ബോഡി, ജ്വല്ലറി, മിറേഴ്സ് എല്ലാം ഇതിന്റെ കൂടെ കൊടുത്തു വിട്ടിരുന്നു. അപ്പൊ അതിനൊരു പിക്ചറാണിത്. ഓക്കെ അപ്പം ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ അവർ വിശ്വസിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഡെഫിനറ്റ്ലി യെസ് ആണ് അതിന്റെ ഉത്തരം. ഇനി ഇതിപ്പോ കൺഫ്യൂഷൻ വരാൻ പോകുന്നത്, ഇനി ബുദ്ധിസം ജൈനിസം പഠിക്കുമ്പോൾ അവർക്ക് അവരുടെ ബിലീഫ് സിസ്റ്റം വേറെയാണ്. അപ്പൊ നമ്മളോട് ചിലപ്പോൾ ഇനി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഓരോന്ന് പഠിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ അന്നുണ്ടായിരുന്ന ആൾക്കാർ
ലൈഫ് ആഫ്റ്റർ ഡെത്തില് വിശ്വസിച്ചിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഈ ഇത്രയും അടിപൊളിയായിരുന്ന ഹാരപ്പൻ സിവിലൈസേഷനും പോകെ പോകെ നശിക്കുകയാണ്. അപ്പൊ അത് മെയിൻ ആയിട്ട് നശിക്കാനുള്ള മേജർ 2 റീസണാ പറയുന്നത്. ഒന്ന്, ഈ ആര്യൻസ് ഇവിടെ വന്നതോടുകൂടി എപ്പോഴും നമ്മൾ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മളെ പുറത്തുനിന്ന് ഒരാൾ വന്ന് അവരുടെ രീതിയിലേക്ക് ആക്കാൻ നോക്കുമ്പോഴാണ് ഒരു സംസ്കാരം നശിച്ചു പോണേ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഈ മര്യാദയ്ക്ക് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്ക് ആര്യൻസ് കയറി വന്ന് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഓൾറെഡി അടിപൊളിയായിരുന്ന ഹാരപ്പൻ കൾച്ചർ അങ്ങ് നശിക്കുകയാണ് ബിക്കോസ് ഓഫ് ആര്യൻ ഇൻവേഷൻ. അപ്പൊ അതൊരു പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ഇവർ പറയുന്നു പ്രകൃതി തന്നെ നമ്മളെ ചതിച്ചു. അതായത് ചില സ്ഥലത്ത് ഫ്ലഡിങ് ഉണ്ടായതുകൊണ്ട് ആ ഹാരപ്പൻ സിറ്റീസ് മുഴുവൻ ഡ്രൗൺ ചെയ്ത് പോയി. പിന്നെ ചിലര് പറയുന്നു ചില സ്ഥലത്ത് ഭയങ്കര വരൾച്ച, ഡ്രോട്ട് ഉണ്ടായതുകൊണ്ട് പിന്നീട് അവർക്ക് അവിടെ നല്ലപോലെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം രണ്ട് കാരണങ്ങളാണ് മെയിൻ ആയിട്ട്. ഒന്ന് നമ്മുടെ ആര്യൻ ഇൻവേഷൻ, രണ്ടാമത്തത് നാച്ചുറൽ കലാമിറ്റീസ്. ലൈക്ക് ചിലയിടത്ത് ഫ്ലഡിങ് നടന്നുകൊണ്ട് ചിലയിടത്ത് വരൾച്ച കാരണം മര്യാദയ്ക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ഹാരപ്പൻ കൾച്ചർ നശിച്ചു പോകാനുള്ള മേജർ റീസൺ. അങ്ങനെ ഹാരപ്പൻ അങ്ങനെ വലിയൊരു 2 ക്ലാസ് കഴിഞ്ഞ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ഇത് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? ഹസ്ന, ആമി ഓക്കെ ആണോ? മനസ്സിലായി. നന്ദനയുടെ ആദ്യത്തെ ക്ലാസ് അല്ലേ? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട്, ഇപ്പൊ സമയം കഴിഞ്ഞു. ഇപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. പിന്നെ ഇന്ന് ഒരു ഗൂഗിൾ ഫോം ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒരു ഗൂഗിൾ ഫോം ഗ്രൂപ്പിലിടും. എല്ലാവരും നാളെ അത് അറ്റൻഡ് ചെയ്ത് നാളത്തേക്ക് അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറണേ. അപ്പൊ നമുക്ക് നാളെ അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് കുറച്ച് ദിവസം ഉണ്ട്, 5 ദിവസം എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. അതൊന്ന് അറ്റൻഡ് ചെയ്യുക എല്ലാവരും. നമുക്ക് നാളെ അത് ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തോ ഫസ്റ്റ് ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അതെപ്പോഴാ? എക്കണോമിക്സിന്റെ അല്ലേ? അത് ഈ ആഴ്ച ഇപ്പൊ ഈ എൻജിനിന്റെ തീർത്തിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് എക്കണോമിക്സ്. അപ്പൊ അന്നേരം തൊട്ട് ഡിസ്കസ് ചെയ്യാം. ഈ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നു. എക്കണോമിക്സ് ആണോ ചോദിച്ചത്? എക്കണോമിക്സിന്റെ അന്നത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാനത് പഴയ ക്ലാസ് ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നമുക്ക് ആ സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ റിവിഷൻ ആവും. ഓക്കെ. ഇന്നത്തെ ഇതിന് വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഡൗട്ട്. ഓക്കെ, എന്നാ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ താങ്ക് യു എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. റെക്കോർഡിംഗ്. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്.